ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് സേമിയ പായസം അല്ലേ. അപ്പം ഞാൻ കുറച്ച് സേമിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ വറുത്ത സേമിയ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ളതല്ല, കുറച്ച് കട്ടിയുള്ള സേമിയാണ് അത്. എന്നാലും ഞാൻ ഒന്നും കൂടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുറച്ച് മാത്രം ചെറിയൊരു കപ്പിലല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സേമിയ നന്നായിട്ട് വറുത്ത് കോരി വെക്കുകയാണ് കേട്ടോ. പിന്നെ പാല് തിളച്ചതിന് ശേഷം ഞാൻ ഈ വറുത്ത് വെച്ചിട്ടുള്ള പിന്നെ സേമിയയും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഇനി കൈവെക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്ന് പായസം വെക്കാനൊരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷവും അപ്പോൾ അഭിമാനവും തോന്നിയിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളായാലും അതൊക്കെ നമുക്കൊരു സന്തോഷവും ഒക്കെയാണല്ലേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്കും അത് വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന കാര്യമായി മാറും അല്ലേ. അപ്പോൾ പിന്നെ പഞ്ചസാര ഇടുന്ന സമയത്ത് സേമിയ വെന്തതിന് ശേഷമാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. ഒരുമിച്ച് ഒരുപാട് പഞ്ചസാര ഇടരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ് കുറേ ഇട്ട പോലെ, കുറേ പ്രാവശ്യം ഇടുന്നതായിട്ട്. പക്ഷേ മധുരം കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുത്ത്. പിന്നെ നമ്മളെപ്പോഴും പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുമല്ലോ. പിന്നെ ഞാൻ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. പിന്നെ മോൻ സ്വാമിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കൂലല്ലോ. അതാ പിന്നെ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വിചാരിച്ചു എന്തായാലും കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ അപ്പോഴേക്കും തന്നെ പായസം പിന്നെ എന്ന് വെച്ചാൽ വല്ലാണ്ട് കട്ടിയായി പോരുത്. കുറച്ച് വെള്ളം പോലെ ആയിട്ട് തന്നെ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇത് തണിയുന്ന സമയത്ത് പാകത്തിന് തിക്നെസ് വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പക്ഷേ അത് തണിയാനൊന്നും ക്ഷമ ഉണ്ടായില്ല. അതിന് മുന്നേ തന്നെ കുടിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവർക്കൊന്നും അങ്ങനെ വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ല. അതാ പിന്നെ ഞാൻ കുടിക്കുന്നൊന്നും അങ്ങനെ കാണിക്കാഞ്ഞത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ വേണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.